10ാം ക്ലാസ് കഴിഞ്ഞപ്പം മൂത്ത മകനെ ഞാൻ മദ്രാശിയിലെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. കുറച്ച് ദിവസം ക്ലാസ്സിലൊക്കെ പോയി ഒരു ദിവസം പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, നമ്മുടെ കേരളത്തിലുള്ള ഇംഗ്ലീഷ് ഉച്ചാരണം ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര പരിഹസിച്ച് ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താ, നമ്മൾ ഉച്ചരിക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മളിപ്പം നാളികേരം കോക്കനറ്റ് എന്നാണല്ലോ നമ്മൾ പറയുക. പക്ഷെ അങ്ങനെയല്ല. എന്നുവെച്ചാൽ പിന്നെ കൗക്കനറ്റ് കൗക്കനറ്റ് ഉച്ചരിക്കണത്രേ. ഞാൻ പറഞ്ഞു, അത് ആര് പറഞ്ഞു അങ്ങനെ? അത് ടീച്ചർ അങ്ങനെ പറഞ്ഞു. ഇതിനൊക്കെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ടീച്ചർ അതനുസരിച്ച് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറിനെ പഠിപ്പിച്ച ടീച്ചർ അങ്ങനെ പഠിപ്പിച്ച് കാണും. നമ്മളിപ്പോൾ ഏതായാലും നമ്മളെ പഠിപ്പിച്ചതുപോലെയല്ലേ നമുക്ക് ഉച്ചരിക്കാനും പറയാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അവൻ കുറച്ച് ചൂടായി. തർക്കത്തിന് വന്നൊന്നുമല്ല, പക്ഷേ ഇനി ഞാൻ കൗക്കനറ്റ് എന്നേ പറയുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ പറഞ്ഞോളാൻ പറഞ്ഞു. ഇപ്പോൾ ഏതായാലും ഈ തമിഴ്നാട്ടിലും തിരുവനന്തപുരം സൈഡിലൊക്കെയുള്ള ആളുകൾ ഇംഗ്ലീഷ് ഉച്ചരിക്കുന്നത് ഇപ്പം കോർപ്പറേഷൻ, അത് മലബാറിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല, കോർപ്പറേഷൻ എന്ന് പറയുള്ളൂ. തെക്ക് ഭാഗത്ത് ലാറി എന്ന് പറയുമ്പോൾ മലബാറിൽ ലോറി എന്നേ പറയുള്ളൂ. ലോറി, അത് ഇവിടെയുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറായിട്ട് തോന്നുമായിരിക്കും. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തലശ്ശേരി എൻ്റെ നാട് എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് സായിപ്പന്മാരുണ്ടായിരുന്നു. അവരുടെ അടുത്തു നിന്നാണല്ലോ ഈ ഇംഗ്ലീഷ് പടർന്ന് അവിടെയുള്ള ലോക്കൽ ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉച്ചാരണമൊക്കെ ഇങ്ങനെ വൈകല്യത്തോടുകൂടി ഉണ്ടായത് എന്ന് അറിയില്ല. എങ്കിലും ഈ ഉച്ചാരണം എന്ന് പറയുന്നതൊന്നും ലോകത്തിലെ മഹത്തായ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഇപ്പോൾ അതൊന്നും എന്ന് വെച്ചാൽ, ഇപ്പം അമേരിക്കയിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പോകണം, അത് വളരെ നിർബന്ധമാണ്. അതിന് ഇൻ്റർവ്യൂവിൽ പാസ്സാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ടോഫൽ അതേപോലെയുള്ള കുറേ എക്സാമിനേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ കടന്നു കയറാൻ ഈ ഉച്ചാരണവും ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഉച്ചാരണം എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. മലയാളം എങ്ങനെ വേണമെങ്കിലും ഉച്ചരിക്കാം. ഇപ്പോൾ ഭർത്താവ് ഭാര്യ എന്ന് ഉച്ചരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഭിത്തി ഫിത്തി എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെ മലയാളം ആ രീതിയിലൊക്കെ പോയി പോകുന്നതിൽ, അങ്ങനെ ഉച്ചരിക്കുന്നതിലൊന്നും ആർക്കും ഒരു ടെൻഷനുമില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യം വരുമ്പം ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര അഭിമാന പ്രശ്നവുമാണത്. നമ്മുടെ നാട്ടിലുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന പുതിയ ജനസിലുള്ള പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി മംഗ്ലീഷാണ് സംസാരിക്കുന്നത്, മലയാളമല്ല ഇംഗ്ലീഷും അല്ലാത്ത. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ കുട്ടിയോട് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് അച്ഛനെവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡാഡി അപ്സ്റ്റേഴ്സിലാണ്, കുറച്ച് വെയിറ്റ് ചെയ്താൽ, കുറച്ച് വെയിറ്റ് ചെയ്യാൻ, കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാനല്ല, കുറച്ച് വെയിറ്റ് ചെയ്യാനാണ്. കുറച്ച് വെയിറ്റ് ചെയ്താൽ ഡാഡി വെറും ഇറുക്കൂ എന്ന് പറഞ്ഞാൽ പിടിച്ചിറുക്കാനൊന്നുമല്ല, ഇരിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ കുട്ടിയെ പറ്റിയിട്ട് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ വളരെ അഭിമാനത്തോടു കൂടി പറയും, മോൾക്ക് മലയാളം നല്ല വശമില്ല എന്ന് പറയും. പക്ഷേ ഇംഗ്ലീഷ് വശമില്ലാത്ത ഒരവസ്ഥയോ മറ്റോ വന്നാൽ ഈ രക്ഷിതാക്കളുണ്ടല്ലോ, മോളെയും കൊന്ന് അവരും ആത്മഹത്യ ചെയ്തളയും. അത്ര വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ എന്ന് പറയുന്ന സായിപ്പ് സംസാരിക്കുന്നത് അവൻ്റെ ഭാഷയാണ്. അതിൽ നമ്മൾ അവനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ഭാഷ അവൻ നന്നായിട്ട് സംസാരിക്കും. ഇപ്പോൾ സായിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ 3-4 ഭാഷ, മലയാളികളായ ആളുകൾക്ക് 3-4 ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് കണ്ടിട്ട് സായിപ്പ് നമ്മളെയാണ് ബഹുമാനിക്കേണ്ടത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്ത മലയാളി ഗൾഫിൽ പോകും എങ്ങനെയെങ്കിലും, എന്നിട്ട്
സ്വാഭാവികമായും ഏതെങ്കിലും കടകളിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ജോലികൾ അതൊക്കെ ചെയ്യും. നമ്മൾ അന്തം വിട്ടു പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പം അവിടെ കടകളിൽ സാധനം വാങ്ങിക്കാൻ റഷ്യക്കാരൻ വരുമ്പോൾ ഇവൻ റഷ്യൻ ഭാഷ സംസാരിക്കും, വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. സ്പെയിൻകാരൻ വരുമ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കും. ഇറ്റലിക്കാരൻ വരുമ്പം ഇറ്റാലിയൻ ഭാഷ സംസാരിക്കും. അപ്പോൾ ഇത്രയും ഭാഷകൾ വിദ്യാഭ്യാസമില്ലാത്ത മലയാളികൾ സംസാരിക്കും. അങ്ങനെയുള്ള മലയാളിയെ ശരിക്കും പറഞ്ഞാൽ സായിപ്പാണ് ബഹുമാനിക്കേണ്ടത്. സായിപ്പിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അവന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, നമ്മളെപ്പോലെയല്ല. നമ്മുടെ നാട്ടിലുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന പുതിയ ജനസിലുള്ള പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി മംഗ്ലീഷാണ് സംസാരിക്കുന്നത്, മലയാളമല്ല ഇംഗ്ലീഷും അല്ലാത്ത. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ കുട്ടിയോട് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് അച്ഛനെവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡാഡി അപ്സ്റ്റേഴ്സിലാണ്, കുറച്ച് വെയിറ്റ് ചെയ്താൽ, കുറച്ച് വെയിറ്റ് ചെയ്യാൻ, കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാനല്ല, കുറച്ച് വെയിറ്റ് ചെയ്യാനാണ്. കുറച്ച് വെയിറ്റ് ചെയ്താൽ ഡാഡി വെറും ഇറുക്കൂ എന്ന് പറഞ്ഞാൽ പിടിച്ചിറുക്കാനൊന്നുമല്ല, ഇരിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ കുട്ടിയെ പറ്റിയിട്ട് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ വളരെ അഭിമാനത്തോടു കൂടി പറയും, മോൾക്ക് മലയാളം നല്ല വശമില്ല എന്ന് പറയും. പക്ഷേ ഇംഗ്ലീഷ് വശമില്ലാത്ത ഒരവസ്ഥയോ മറ്റോ വന്നാൽ ഈ രക്ഷിതാക്കളുണ്ടല്ലോ, മോളെയും കൊന്ന് അവരും ആത്മഹത്യ ചെയ്തോളെ, അത്ര വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ എന്ന് പറയുന്ന സായിപ്പ് സംസാരിക്കുന്നത് അവൻ്റെ ഭാഷയാണ്. അതിൽ നമ്മൾ അവനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ഭാഷ അവൻ നന്നായിട്ട് സംസാരിക്കും. ഇപ്പോൾ സായിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ 3-4 ഭാഷ, മലയാളികളായ ആളുകൾക്ക് 3-4 ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് കണ്ടിട്ട് സായിപ്പ് നമ്മളെയാണ് ബഹുമാനിക്കേണ്ടത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്ത മലയാളി ഗൾഫിൽ പോകും എങ്ങനെയെങ്കിലും, എന്നിട്ട് സ്വാഭാവികമായും ഏതെങ്കിലും കടകളിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ജോലികൾ അതൊക്കെ ചെയ്യും. നമ്മൾ അന്തം വിട്ടു പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പം അവിടെ കടകളിൽ സാധനം വാങ്ങിക്കാൻ റഷ്യക്കാരൻ വരുമ്പോൾ ഇവൻ റഷ്യൻ ഭാഷ സംസാരിക്കും, വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. സ്പെയിൻകാരൻ വരുമ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കും. ഇറ്റലിക്കാരൻ വരുമ്പം ഇറ്റാലിയൻ ഭാഷ സംസാരിക്കും. അപ്പോൾ ഇത്രയും ഭാഷകൾ വിദ്യാഭ്യാസമില്ലാത്ത മലയാളികൾ സംസാരിക്കും. അങ്ങനെയുള്ള മലയാളിയെ ശരിക്കും പറഞ്ഞാൽ സായിപ്പാണ് ബഹുമാനിക്കേണ്ടത്. സായിപ്പിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അവന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, നമ്മളെപ്പോലെയല്ല. പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോൾ